ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വന്നിട്ടുള്ളത് അമ്പൂർ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ അമ്പൂർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വറ്റൽമുളക് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കളറും ഒക്കെ കിട്ടും കേട്ടോ. കാശ്മീരി ചില്ലി എടുക്കുന്നതെങ്കിൽ അളവ് കൂട്ടി എടുക്കണേ. വറ്റൽമുളക് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലും നെയ്യും നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. സവാളയൊന്ന് വഴണ്ടത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വറ്റൽമുളകിൻ്റെ പേസ്റ്റും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ. പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിനകത്ത് ചേർക്കുന്ന പൊടികളുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. വെള്ളം ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരക സാമ്പാർ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയാട്ടോ ഇതിന് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് 20 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്കിങ്ങിൻ്റെ ടൈം ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പൂർ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.